പല ഇൻ്റർവ്യൂസിലും ചേച്ചി പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്ത്രീയായിട്ട് കാണാനാണ് എനിക്കിഷ്ടം, എന്നെ ട്രാൻസ്ജെൻഡറായിട്ട് വിളിക്കണ്ട, ഞാൻ സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം അമ്മയുടെ കാര്യവും എടുത്തു പറയുന്നുണ്ട്, എന്നെ അമ്മ മകളായിട്ട് വിളിക്കണം, അത് കേൾക്കാനാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്നത്. ഈ രണ്ട് കാര്യങ്ങൾ, അതായത് സ്ത്രീയായിട്ട് വിളിക്കുക എന്നത് അതിപ്പോഴും എല്ലാവരും സ്ത്രീയായിട്ട് തന്നെയാണോ അംഗീകരിച്ചേക്കുന്നതും സംസാരിക്കുന്നതും, അതുപോലെ അമ്മ പൂർണ്ണമായിട്ട് സ്വീകരിച്ച മകളായിട്ട് ചോദ്യങ്ങള് എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ഉള്ള ഇന്റർവ്യൂസ് ചേച്ചി പണ്ടും കണ്ട് പറഞ്ഞ കാര്യം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞിട്ടുള്ളത് ഈ സ്ത്രീയായിട്ട് വിളിക്കണം എന്ന് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതൊരു ചോദ്യം ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ട് അങ്ങനെ വിളിക്കണം? ഞാൻ ആഗ്രഹിച്ചത് സ്ത്രീ ആവാനല്ലേ? ഞാൻ എൻ്റെ അമ്മയെ പോലെ ഒരു സ്ത്രീ ആവാനാണ് ആഗ്രഹിച്ചത്. അപ്പൊ പിന്നെ എന്നെ അങ്ങനെ കണ്ടുകൂടെ? ടാഗ് ലൈൻ എന്തിനാണ്? ഇപ്പൊ മോള് സ്ത്രീ എന്ന് പറയുമ്പോഴും ഇതിൽ പെണ്ണാകുന്ന ആള് എങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ. ഞാൻ പറയുന്നുണ്ട് ഞാനൊരു ട്രാൻസ് വുമൺ ആണെന്ന് എല്ലായിടത്തും സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ ID കാർഡുകളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എന്നെ ഇങ്ങനെ തന്നെ വിളിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമില്ലേ? ഓരോരുത്തർക്കും ഒരു ഇഷ്ടം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മയെ പോലെ ഒരു സ്ത്രീ ആവാനാണ് ആഗ്രഹിച്ചത്. എന്നെ അപ്പം അങ്ങനെ കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. ഞാൻ എൻ്റെ അമ്മയെ പോലെ ഇരിക്കാനാണ് ആഗ്രഹിച്ചത്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളത് എൻ്റെ ആഗ്രഹം മാത്രമല്ല കേട്ടോ. ആണ്, അതിലൊന്നും മാറ്റവും ഇല്ല. പക്ഷേ അവർ മാതാപിതാക്കളല്ലേ, അവരെപ്പോഴും അവരുടെ മൈൻഡിലോ വായിലോ എപ്പോഴെങ്കിലുമൊക്കെ വന്നു പോകും. അപ്പോൾ അത് ഒരിക്കലും തിരുത്താൻ ഞാൻ ആളല്ല. പക്ഷേ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വായിൽ എൻ്റെ പഴയ പേര് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ ഞാൻ നോക്കും എന്നുള്ളതാണ്. ഇന്നും ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുറച്ചല്ല വൈകുന്നേരം ആകുമ്പോൾ അമ്മ ഈ വീട്ടിൽ വരുന്നുണ്ട്. അമ്മ വരുന്നുണ്ട്. സോ ഇതിപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഞാൻ എൻ്റെ അമ്മയെപ്പോലെ ഒരാളായിട്ട് അമ്മയോടൊപ്പം എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം മാറ്റിയ ഒരാളാണ് ഞാൻ സ്ത്രീയിലേക്ക്. ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വരെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുവരെ ചേഞ്ച് ചെയ്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെയും ഞാൻ അങ്ങനെ ആവാൻ ആഗ്രഹിക്കുമ്പോൾ അത് കുറച്ചും കൂടി അമ്മ മനസ്സിലാക്കേണ്ടിയുണ്ട് എന്ന് ചിന്തിക്കും. പക്ഷേ അവർ സാധാരണക്കാരാണ്. എൻ്റെ അമ്മ വളരെ സാധാരണയായ ഒരു സ്ത്രീയാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു സമയം നമുക്ക് അവരെയൊന്നും കുറ്റം പറയാൻ ആരെയും പറ്റില്ല. അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു സമയം കൊടുക്കുക. ആ സമയം അവർ ഉൾക്കൊണ്ട് അതിൽ വിളിക്കുമ്പോൾ അതിലൊരു മൂല്യം കൂടും. സോ എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഇതെല്ലാം മോളെ എന്ന് വിളിക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ മോൾ പറഞ്ഞ പോലെ ഈ എല്ലാം പൂർണ്ണം അത് അമ്മയടുത്ത് തന്നെ ചോദിക്കണം, അങ്ങനെ ആയിരിക്കും. പക്ഷേ അമ്മയ്ക്ക് മാറാനൊരു സമയം കൊടുക്കണം നമ്മൾ. ഇപ്പോൾ അമ്മ പോലും ചിന്തിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു ലൈഫിൽ കുടുംബമായിട്ട് വിവാഹം കഴിഞ്ഞ് ഇന്ന് സൊസൈറ്റിയിലെ സമൂഹത്തിൽ കാണുന്ന രീതിയിൽ ജീവിക്കുമെന്ന് ഞാൻ അമ്മയെ അതെ സെറ്റിലായിട്ട് ജീവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. എൻ്റെ കുട്ടിയെക്കുറിച്ച് പല മാതാപിതാക്കളും അവരുടെ മക്കളെക്കുറിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നെ ആലോചിച്ചിട്ട്. ഒരിക്കലും ഞാൻ അമ്മയുടെ അടുത്ത് ഒരു തരത്തിലുള്ള പ്രഷറോ അല്ല ഇങ്ങനെ വേണം അത് വേണം ഇത് അന്നും ഇന്നും എന്നും എൻ്റെ അമ്മ എന്നെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ അമ്മ ആദ്യം കരയും. എന്നെ പൊന്നുപോലെ നോക്കിയ കുട്ടിയാണെന്നേ എൻ്റെ അമ്മ പറയുള്ളൂ. കാരണം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അമ്മ 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 അമ്മ. ഇന്നും എനിക്കൊരു പെട്ടെന്നൊരു ഇമോഷണലി ഒരു സങ്കടം വന്നാൽ ഞാൻ ആദ്യം വിളിക്കുന്ന അമ്മേനെ.